ഞാനിപ്പോഴതേ എൻ്റെ നാട്ടിൽ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിലാണ്. എൻ്റെ കൂടെ ഉള്ളത് SYSൻ്റെ വളാഞ്ചേരി സോൺ നേതാക്കളാണ്. SYSൻ്റെ ഒരു സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഭിന്നശേഷി കുട്ടികളോ അല്ലെങ്കിൽ വയോജനങ്ങളോ പഠിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം ബെയ്മെൻ്റാണ് ഈ കുട്ടികൾക്ക് വേണ്ട കായികോപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് മുഴുവനായിട്ടൊന്ന് കാണാം. എൻ്റെ നാട്ടിൽ തന്നെ ഈ കുട്ടികളുടെ ആയമാരാണ് എൻ്റെ കൂടെ ഈ കാണുന്നവരൊക്കെ. ഞങ്ങളിന്നിവിടെ ഉച്ചഭക്ഷണം SYSൻ്റെ വകയാണ്. അതുപോലെ തന്നെ ബെയ്മെൻറ്റ് സ്പോൺസർ ചെയ്തതാണ് ഈ കാണുന്ന സ്പോർട്സ് ഉപകരണങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കണ്ടേ? എപ്പോഴാണ് കഴിക്കുക ഭക്ഷണം? 1 മണിക്കോ? പാട്ടെല്ലാം പാടുവര്. ഇരുളേരും കവറി നീ ചെന്നു കിടക്കേണ്ടേ വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ ഇരിക്കാൻ ദേവിനോദിഞ്ഞു ദേവിനോദിഞ്ഞു ആനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാര് എന്നറിയില്ലേ നിങ്ങളുടെ നാട്ടിലെ രാജാവല്ലേ. ഇത്തരത്തിലുള്ള സ്കൂളുകൾ അതുപോലെ വയോജന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ സന്ദർശിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുകയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് നമ്മളാൽ കഴിയുന്നതുണ്ടെങ്കിലൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കുക. ഇത്തരം പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് നമുക്ക് ഉള്ളത്. കാരണം ഇവിടെ 27 കുട്ടികളാണ് ഇവിടെ വന്നു പോകുന്നത്. അതിൽ ഇന്ന് 20 കുട്ടികളാണുള്ളത്. പല പ്രയാസങ്ങൾ കൊണ്ട് പിന്നെ മറ്റു രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികളൊന്നും അങ്ങനെ ഈ ദിവസങ്ങളിലൊന്നും എന്ത് ചെയ്യാറില്ല, ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 7 കുട്ടികൾ ഇന്ന് പിന്നെ ആബ്സെൻ്റ് ആണ്. എന്നാലും വളരെ സന്തോഷമാണ്. അവർ നമുക്ക് വേണ്ടി പാട്ട് പാടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അവരും നല്ല സന്തോഷത്തിലാണ്. അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, ബെയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ഇതുപോലെ മറ്റുള്ള ആളുകളും എന്ത് ചെയ്യണം, ഇവിടെ ഇത്തരം കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കൂടെ ഇവിടെ ആയിമാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള രമ്യ ടീച്ചറാണ് ഇവിടെ ഇവരുടെ കെയർ ഏറ്റെടുത്തിട്ടുള്ളത്. ഏകദേശം 8 വർഷമായിട്ട് ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. ടീച്ചർ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരികയും സന്ദർശിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ
ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികം കഴിവുകളുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ദിവസവും വന്നു പോകുന്നത്. അപ്പോൾ അവരെ പ്രത്യേക കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്ന് മാത്രം മനസ്സിലാക്കി നമ്മളിതിന് മുന്നിട്ടിറങ്ങുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇവരെ പോലത്തെ ആളുകളോടൊത്ത് കുറഞ്ഞ സമയം ചെലവഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം എത്രയാണെന്നറിയോ? നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മളൊക്കെ ചുറ്റുപാടുകളിൽ ഇത്തരം ഒരുപാട് പേരുണ്ട്. അവരെ കണ്ടെത്തുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നാമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ബാക്കിയാവുന്നത് അത്തരം ഓർമ്മകളായിരിക്കും.